നമ്മുടെ സ്പീക്കർ എപ്പോഴും വിവാദ പുരുഷനാണ്. അദ്ദേഹം വാ തുറന്നാൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരികൊളുത്തിയിരിക്കുന്നത് RSS രാജ്യത്തെ ഏറ്റവും പ്രബലമായ സംഘടനയാണെന്നും അങ്ങനെ പ്രബലമായ സംഘടനയുടെ നേതാക്കളെ ADGP MR അജിത് കുമാർ പോയി കണ്ടതിൽ അത് രഹസ്യമായാലും പരസ്യമായാലും അതിലൊരു പ്രശ്നവുമില്ലെന്നാണ് സ്പീക്കർ ഷംസീറിൻ്റെ വെളിപ്പെടുത്തൽ. ഷംസീർ ഇതിനു മുമ്പ് ഗണപതിയെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. അതിനെതിരെ NSSും അതുപോലെ ഭക്തജനങ്ങളും എല്ലാം തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്ന അവസ്ഥയിലേക്ക് പോലും എത്തി. അതിനുശേഷം അദ്ദേഹം തന്നെ അത് തിരുത്തി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് RSS രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയാണെന്നും ആ സംഘടനയുടെ നേതാക്കളെ കാണുന്നതിൽ അതും ADGP കാണുന്നതിൽ ഒരു അനൗചിത്യവും ഇല്ലെന്നാണ്. പക്ഷേ ഇതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് CPM നേതാക്കളും അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നടത്തിയിരിക്കുന്നത്. ബിനോയ് വിശ്വം പറയുന്നത് സ്പീക്കറുടെ ആ പ്രസ്താവന ഇടതുപക്ഷത്തിൻ്റെ പ്രസ്താവനയല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല, അത് പരിശോധിക്കപ്പെടണം, അത് തിരുത്തപ്പെടണം എന്നാണ്. മാത്രവുമല്ല, ആരോപണവിധേയരായ RSS നേതാക്കളെ കണ്ട് രഹസ്യ ചർച്ച നടത്തിയ MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നു തന്നെയാണ് ഭരണകക്ഷിയായ CPIയുടെ അഭിപ്രായം. അത് അടുത്ത LDF യോഗത്തിൽ അറിയിക്കുമെന്നും തങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ബിനോയ് വിശ്വം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ഊരാക്കൊടുക്കിലാണ് പിണറായി വിജയനും LDFും അകപ്പെട്ടിരിക്കുന്നത്. കാരണം ലാൻഡ് ഓർഡർ ADGP ആയ MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ട് ചർച്ച നടത്തി. ആ ചർച്ചയുടെ അനന്തരഫലമായിരുന്നു തൃശ്ശൂർ പൂരത്തിലുണ്ടായ പ്രശ്നങ്ങൾ. പൂരം കലക്കിയതിൻ്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത്. അങ്ങനെ ചരിത്രത്തിലാദ്യമായി BJPക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരനായത് ADGPയാണ് എന്ന അതീവ ഗൗരവമുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റ് പാർട്ടികളും ലീഗ് അടക്കമുള്ള പാർട്ടികളും എല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ MR അജിത് കുമാറിനെ നിലനിർത്തിക്കൊണ്ട് നമ്പർ 2 ആയി DGP നടത്തുന്ന അന്വേഷണത്തിൽ ദർവേഷ് സാഹിബിൻ്റെ തൊട്ട് താഴെ ലാൻഡ് ഓർഡർ DGP MR അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും മോഷണം നടത്തിയ മോഷ്ടാവിനെ കൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നതിന് തുല്യമായ പരിഹാസ്യമായ ഒരു അന്വേഷണമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ കണ്ടില്ലെന്ന് അടിക്കാൻ ഇനി LDF സർക്കാരിനാവില്ല. കാരണം നമ്മുടെ മന്ത്രിമാരടക്കം CPM നേതാക്കളടക്കം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. മാധ്യമങ്ങളെ അവർ അകറ്റി നിർത്തുകയാണ്. ചാനൽ ചർച്ചകളിൽ മാത്രമല്ല, പ്രതികരണം തേടിയെത്തുന്ന മാധ്യമ പ്രവർത്തകരോട് പോലും മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക്, മാറിപ്പോകേണ്ട അവസ്ഥയിലേക്ക് ഇടതുപക്ഷ മന്ത്രിമാരും നേതാക്കളും അകപ്പെട്ടിരിക്കുകയാണ്.